പുണ്യനബി തങ്ങൾ പറഞ്ഞു 4 വിഷയങ്ങളുണ്ട്. ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. 4 വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശില്ല എന്ന വേദന നിങ്ങൾക്ക് വേണ്ട, സമ്പത്തില്ലല്ലോ എന്ന വേദന വേണ്ട. എൻ്റെ കച്ചവടം നഷ്ടത്തിലായി പോയല്ലോ, എൻ്റെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ, എത്രയോ കൊല്ലങ്ങളായി ഞാൻ കഷ്ടപ്പെടുന്നു, എൻ്റെ കഷ്ടപ്പാടിൻ്റെ 1000-1 പോലും ചെയ്യാത്തവന് അല്ലാഹ് വാരിക്കോരി കൊടുത്തില്ലേ, എനിക്കല്ലാഹ് തന്നില്ലല്ലോ എന്നൊന്നും നിങ്ങൾ പരിതപിക്കല്ലേ. നിങ്ങൾക്ക് 4 ഗുണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മുതലാളിയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ സദസ്സിൽ എത്ര മുതലാളിമാരുണ്ടെന്ന് മനസ്സിലാക്കാൻ പോവാണേ. കാശില്ലെങ്കിലും നിങ്ങൾ മുതലാളിയാണ്, ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല ഈ ലോകത്ത്. 4 കാര്യങ്ങളുണ്ടെങ്കിൽ സിദ്ഖുൽ ഹദീസ്, ഒന്ന് സത്യം പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടമായിട്ടില്ല. ഒരുപക്ഷെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആഭരണങ്ങളില്ലാതിരിക്കാം, സ്വർണ്ണമാലകൾ ഡയമണ്ടിൻ്റേത് കൂട്ടുകാരികൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ പടച്ചോനെ എനിക്കതൊന്നും ഇല്ലല്ലോ, എൻ്റെ കയ്യിലൊരു മുക്കുപണ്ടമല്ലേ ഉള്ളൂ, എനിക്കൊരു റോഡ് ഗോൾഡല്ലേ ഉള്ളൂ, എനിക്കങ്ങനെ സ്വർണ്ണമൊന്നും ഇല്ലല്ലോ, എൻ്റെ ഭർത്താവിന് വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അവൾക്കത് ഓരോ വരവിലും വരുമ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ളവർക്കും ആർക്കാണെങ്കിലും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർക്കൊരു സംഗതി ഉണ്ടെങ്കിൽ ആ സംഗതി കാണിച്ചു കൊടുക്കൽ അവരുടെ ഒരു താല്പര്യമായിരിക്കും അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ വേദന വരും. സന്തോഷിക്കുക വേണ്ടത്. പക്ഷെ നമ്മളെ മലയാളികളല്ലേ, നമ്മൾ കറണ്ട് പോയ അടുത്ത വീട്ടുകല്ലേ നോക്കുക, അവിടെ പോയിക്കണമെന്നല്ലേ നോക്കുക അല്ലേ രാത്രി. അതൊരു സമാധാനമാണ്, അവിടെ പോയിക്കണമല്ലോ, അൽഹംദുലില്ലാ എൻ്റെ വീട്ടിൽ മാത്രമല്ലല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നവരാണ്. നമ്മളെ കാണുന്നതിലേറെ മറ്റുള്ളവൻ്റെ കാര്യങ്ങളാണ് നോക്കാറുള്ളത്. അത് വേറെ വിഷയമാണ്. അതൊക്കെ അൽഹംദുലില്ലാ മാറി വരുന്നുണ്ടല്ലേ. കുറേ കൂടെയൊക്കെ ആ ഒരു സിസ്റ്റമൊക്കെ മാറി വന്ന് കുറേയേറെ മനുഷ്യൻ്റെ പ്രൈവസികൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാനങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. കേട്ടെ, റമളാനായതുകൊണ്ട് ആ കഥ ഒന്നും പറയണ്ട, ഉള്ളത് പറയാം. 4 വിഷയങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ഖുൽ ഹദീസ്, സത്യം പറയുക എന്ന ഒരു നന്മ. വഹിഫ്ദുൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ചത് കൃത്യമായി സൂക്ഷിക്കുക എന്ന ഒരു ഗുണം. വഹ്സുനുൽ ഖുലുഖി, സൽസ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ. വഇഫ്ഫതു മത്അമിൻ, ഹലാൽ മാത്രമേ നിങ്ങൾ തിന്നൂ എന്നുണ്ടെങ്കിൽ, ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടത് ഇതാണ്. നിങ്ങൾ മനുഷ്യരെന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളാണ്. സിദ്ഖുൽ ഹദീസ്, എന്ത് സംഭവിച്ചാലും നിങ്ങൾ സത്യമേ പറയൂ എന്നുണ്ടെങ്കിൽ. ഹിഫ്ദുൽ അമാന, സത്യസന്ധത. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരോടും പറയരുത് എന്ന് പറയുന്ന വിഷയം പറയാൻ പാടില്ല, അതാരോടും പറയരുത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ആരോടും പറയരുത് എന്ന് പറഞ്ഞ വിഷയമുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് എന്നോട് ഞാൻ പറയാം, അങ്ങനെയും പറയാൻ പാടില്ല. ഒരു ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് പെണ്ണിനോട് പറഞ്ഞത്രേ, കല്യാണം കഴിച്ചു ഒരു തമാശാക്കിയതാണ്, പെണ്ണിനോട് പറഞ്ഞത്രേ, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ആരോടും പറയരുത്. എന്താന്ന് ചോദിച്ചു. ഞാൻ രാത്രി ഒരു കോഴിമുട്ടയിടും, മനുഷ്യൻ കോഴിമുട്ടയിട്, അപ്പം ഈ ആരോടും പറയത് ആർക്കും അറിയില്ല. എന്നിട്ട് മൂപ്പര് മറുപടി പോയിട്ടൊരു കോഴിമുട്ട എടുത്തിട്ട് കൊണ്ടുകിടുന്നു. അപ്പോൾ എടുത്തു വെച്ചു. 2ാമത്തെ ദിവസവും എടുത്തു വെച്ചു. ഓരോ ദിവസവും ഓരോ കോഴിമുട്ട ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരും. ഇവിടെ പറ്റിക്കുകയാണ് സംഭവം, നീ ആരോടും പറയരുത്, പറയില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഉപരി യാത്ര പോയി 4 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ 4 കോഴിമുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. പോയ സമയത്തുള്ളത് ആരും മുണ്ടണ്ട, അവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ മൂപ്പര് ഗൾഫിക്ക് പോയി.
തിരിച്ചു വന്നപ്പോൾ അങ്ങാടിയിലൂടെ അങ്ങനെ വരുമ്പോൾ ഒരാള് ഇപ്പുറത്തുനിന്ന്, എടാ ആംപ്ലേറ്റ് കിട്ടാൻ വല്ല ഒപ്പുണ്ടോ, നാടൻ കോഴിമുട്ട കിട്ടണ സ്ഥലമുണ്ടോ? നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കോഴിമുട്ടൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞു. ഇയാൾക്ക് തിരിഞ്ഞു, ഇതിൻ്റെ കഥ ലീക്കായിട്ടുണ്ട്, ഇത് ആരോടും പറയരുത് പറഞ്ഞു പോയ എടി നീ ആരോടെങ്കിലും പറഞ്ഞു? ഞാൻ എൻ്റെ സ്വന്തം ഉമ്മേനോട് പറയണ്ടേ? ഉമ്മേനോട് ഞാൻ പറഞ്ഞിരുന്നു. ഉമ്മ ആരോടെങ്കിലും പറഞ്ഞോ? ഉമ്മാൻ്റെ അനിയത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും, കാരണം അത്ര ചങ്ങായിമാരാണ്. അനിയത്തിനെ കെട്ടിച്ച മോളോട് മതി 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 എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചങ്ങാതിൻ്റെ നാട്ടുകാർ കോഴിബീരാന്ന് പേരിട്ടു. ആരോടും പറയണ്ടെന്ന് പറഞ്ഞു പോയ സംഗതി നാട്ടുകാർ മുഴുവൻ പറഞ്ഞു. ഹിഫ്ദുൽ അമാന, ഇതൊരു അമാനത്തിന്റെ വിഷയമാണ്. അമാനത്ത് സൂക്ഷിക്കാൻ പറ്റുകയെന്ന് പറയരുത് എന്ന് പറഞ്ഞത് പറയാൻ പാടില്ല. അത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. എത്ര ചങ്ക് ഫ്രണ്ടാണെങ്കിലും ഇത് രഹസ്യമാണ്, എന്നോട് ചോദിക്കരുത്, ഇത് പറയാൻ കഴിയണം. അതാണ് വിശ്വാസി. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ദുനിയാവിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതാണ് കിട്ടേണ്ടത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിഫ്ദുൽ അമാന വഹുസ്നുൽ ഖുലുഖി വഇഫ്ഫത്തു മത്അമിൻ. ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ പുണ്യന് അത് വേറൊരു വിഷയം തന്നെ പഠിക്കേണ്ട കാര്യമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അൻ തസ്വില മൻ ഖതഅക, മിണ്ടാത്തവരോട് മിണ്ടുക. വതുഅതി മൻ ഹറമക, നിങ്ങൾക്ക് തരാത്തവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. വതഅഫു അമ്മൻ ളലമക, നിങ്ങളോട് ദുൽമ ചെയ്ത ആളുകൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് പറയുമ്പോൾ എനിക്ക് ആ കുർസാനെ ഓർമ്മ വരിക. ഞാൻ അറിഞ്ഞൊരു കഥ. ഉസ്താദ് ഉണ്ടാവുമ്പോൾ പള്ളി നിസ്കരിക്കാതെ എണീറ്റ് പോകുന്ന ഉസ്താദ് ഖുത്ബക്ക് വന്നാൽ അൽഖേഫ് കൂട്ടിച്ച് പോയിരുന്നൊരു മഹാൻ മരിച്ചപ്പോൾ ഇമാമത്ത് എന്നത് ഉസ്താദായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഉസ്താദിനോട് കാര്യം പറഞ്ഞു. നിങ്ങൾ മറ്റൊരുകാരല്ലേ, ഞാൻ അതുകൊണ്ട് പറയാം. ഉസ്താദ് പറഞ്ഞു, ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഓടി നടന്നിട്ടുണ്ട്. എൻ്റെ അവസാനം ഞാൻ മോഷ്ടിച്ചു എന്നുള്ള ഒരു അപവാദം വരെ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം എൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥ വരെ വന്നിട്ടും ആ നാട്ടുകാരിൽ എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അവിടെ നിലനിന്നതാണ്, അല്ലെങ്കിൽ ഞാൻ എന്നോ പണിവിട്ട് പോരേണ്ടതാണ്. പക്ഷേ നല്ല സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുള്ള ആളുകൾ മട്ടന്നൂരിലുണ്ട്. ആ സ്നേഹം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് വിടാൻ പറ്റിയില്ല. ആരോപണം കേൾക്കേണ്ടി വന്നു. അത് പറഞ്ഞ് വേദനിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളാരും പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു വലിയ വേദനയാണ്. ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി എവിടെന്നോ വന്നിട്ട് സാദ് ഇവിടെ താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടതിന് ശേഷം അങ്ങനെ ഒരു വേദനയുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ കൂടെ ചിരിച്ചും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇപ്പോഴും ആ ആർജവത്തോടുകൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ നന്മയാണ്. ഹുസ്നുൽ ഖുലുഖ്, അതൊരു യഥാർത്ഥ മുഅ്മിന്റെ അടയാളമാണ്. സിദ്ഖുൽ ഹദീസ്, ഹിഫ്ദുൽ അമാന, വഹുസ്നുൽ ഖുലുഖ്, വതീബുൽ മത്അം, ഇഫ്ഫത്തു മത്അമിൻ എന്ന് പറഞ്ഞ ഈ 4 ഗുണങ്ങളും നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിൽ കാണാൻ കഴിയും. നമ്മളെല്ലാവരും ഒരുപാട് സമർപ്പിക്കുന്നുണ്ട്. ആരും മോശമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. ഇവരോട് ഇരുത്തിയിട്ട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനത് മിണ്ടാണ്ടിരുന്നത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ ഇടയിലുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ആളുകൾക്ക് ചിലത് അറിയാത്തത് കൊണ്ടാണ്, ചില ആളുകൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകും.